ലൂക്കോസ് 7 നമ്മൾ വായിക്കുന്നു, ഒരു ശതാധിപൻ പ്രിയനായ ദാസൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു. യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താൽപ്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്ക് അകത്തു വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നു, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് ഈ ശതാധിപൻ്റെ വിശ്വാസം. അധികാരത്തോടെ വിശ്വാസത്തോടെ പറയാൻ കൽപ്പിച്ചാൽ സംഭവിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളോട് ചേർന്ന് നടക്കുന്നവനാവുന്നു. നമ്മളുടെ വിശ്വാസം വലിയവയാകണം. നമ്മൾ ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കണം. ദൈവത്തിന് സകലം സാധ്യം എന്ന് നമ്മൾ അറിയുന്നുവല്ലോ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നും നിസ്സാരമല്ല. നമ്മളുടെ കഷ്ടതകളും നമ്മളുടെ കരച്ചിലുകളും നമ്മളുടെ വേദനകളും ഞരക്കങ്ങളും അറിയുന്ന ഏക ഒരാൾ ദൈവം മാത്രം. മനുഷ്യരുടെ പുറകെ പോയാൽ അതൊരു പ്രയോജനവുമില്ല, ഒരു ലാഭവുമില്ല. സ്വർണത്തിൻ്റെയും തങ്കത്തിൻ്റെയും പുറകെ പോയാൽ അത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അത് പറന്നു പോകും. നമ്മുടെ സ്വത്തുക്കളെല്ലാം എത്ര പ്രയോജനപ്പെടും. എന്നാൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് താങ്ങും തണലുമായി, വിശ്വസ്തനായി, നമ്മളുടെ കണ്ണീർ ഒപ്പുന്നവനായി, നമ്മുടെ വേദനകൾക്ക് ഒരു നല്ല ഔഷധമായി, നമ്മൾക്ക് മരുന്ന് പകരുന്നവനായി, നമ്മൾക്ക് സൗഖ്യം പകരുന്നവനായി, വിടുതൽ പകരുന്നതിനായി, എല്ലാ നേരത്തിലും ആശ്വസിപ്പാനായി ഒരു ഏക നാമമാണ് യേശുവിൻ നാമം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കണം? കർത്താവെ, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഒരു വാക്ക് മതി കർത്താവിൻ്റെ നമ്മളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകുവാൻ, നമ്മളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ മാറുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പോവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു യേശുവിൻ്റെ ഒരു വാക്ക് മതി. നമ്മളുടെ എല്ലാ കാര്യത്തിലും, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിലും, നമ്മളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസിലും ഉത്തരവാദിത്തങ്ങളിലും ദൈവം സകലതും അറിയുന്നു. ദൈവം നമ്മളെ സഹായിക്കുന്നു. സഹായിപ്പാൻ നമ്മൾക്കായി ജനങ്ങളെ അയക്കുന്നു. നമ്മൾക്ക് നല്ല ജോലികൾ തരുന്നു, നമ്മളെ പോഷിപ്പിക്കുന്നു, നമ്മളെ പുലർത്തുന്നു, വളർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ, സ്തോത്രം.